നമസ്കാരം, എല്ലാവർക്കും വോയിസ് ഓഫ് മാന്നാർജിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഗൗരവമുള്ളൊരു വിഷയത്തെ ഒന്ന് ചർച്ച ചെയ്യാം. വിഷയം ആരോഗ്യപരമായിട്ടുള്ളതാണ് എങ്കിലും അത് ചികിത്സാ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല. നമ്മുടെ ഭാരതത്തിലെ ആരോഗ്യ പരിപാലന രംഗം വളരെ അപകടാവസ്ഥയിലാണ്. ഒരു കൂട്ടം മാഫിയകളുടെ പിടിയിലാണതെന്നാണ് ചില നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു കൂട്ടം മാഫിയകൾ കടന്നു കയറിയിട്ട് ആരോഗ്യ സേവന മേഖല ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ പാർലമെൻ്ററി സമിതി തന്നെ ഇതിനെ ഒരു സംശയദൃഷ്ടിയോടുകൂടി കാണുന്നുണ്ട്. സി ന്യൂസ് എന്ന വാർത്താ ഏജൻസി പുറത്തുവിട്ട ഒരു വിവരമനുസരിച്ച് നമ്മുടെ സ്വകാര്യ മേഖലയിലെ ആശുപത്രികളും സ്വകാര്യ ക്ലിനിക്കുകളുമെല്ലാം എത്തിക്സിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നതാണെന്നാണ് അവർ പറയുന്നത്. അതായത് ഈ ഓപ്പറേഷനുകളും ആവശ്യമില്ലാത്തതും ഒഴിവാക്കാവുന്നതുമായതൊക്കെ അത് നിർബന്ധമാക്കിക്കൊണ്ട് 45% ഓപ്പറേഷനുകൾ വേണ്ടാത്തതാണെന്നാണ് അവരുടെ റിസർച്ച് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് രണ്ട് ദോഷങ്ങൾ ചെയ്യുന്നുണ്ട്. സർക്കാരിനെയും രോഗികളെയും ബന്ധുക്കളെയും ഒക്കെ പറ്റിക്കുന്നതാണിത്. വേണ്ടാത്തതും നടക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടതാണ് നടക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് നടത്തുന്നത്. ഹൃദയ ശസ്ത്രക്രിയയുടെ ഒരു റിസർച്ചിൽ പുറത്തു വന്ന വിവരമനുസരിച്ച് 55% ഹൃദയ ശസ്ത്രക്രിയകളും ആവശ്യമില്ലാത്തതാണെന്നാണ്, അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണെന്നാണ്. അതുപോലെ ഹിസ്റ്ററിറ്റോമിസ് എന്ന് പറയുന്ന ആ വിഭാഗം, അതായത് ഗർഭാശയം നീക്കം ചെയ്യൽ, അത് 48% വേണ്ടാത്തതാണെന്നാണ്. ആ ലിസ്റ്റിൻ്റെ കയ്യിലോട്ട് ഞാനതാരും നോക്കിയിട്ടാണ് ഈ പറയുന്നത്. 47% ക്യാൻസർ രോഗികളും ക്യാൻസർ ഇല്ലാത്തവരാണ് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞ് അവരെ ചികിത്സിച്ച് പണം വാങ്ങുകയാണെന്നാണ് പറയുന്നത്. 48% മുട്ടുമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. 45% ക്യാൻസർ വിഭാഗങ്ങളും ഒക്കെ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. തോൾ വേദന, മുട്ട് സംബന്ധിച്ച്, ആമാശയം സംബന്ധിച്ച്, ശ്വാസകോശം സംബന്ധിച്ച് ഇവയെല്ലാം ഏതാണ്ട് പകുതിയോളം വേണ്ടാത്തതാണ് ഇവർ വേണമെന്ന് പറഞ്ഞ് ചെയ്യുന്നതെന്നാണ് ഇവരുടെ റിസർച്ചിൽ കിട്ടിയ വിവരങ്ങൾ. മഹാരാഷ്ട്രയിലെ ചില വൻകിട ആശുപത്രികൾ ഡോക്ടർമാർക്ക് പ്രതിമാസം ഏതാണ്ട് 1 കോടി രൂപയോളം തട്ടിപ്പിൽ ലഭിക്കുന്നതിന് സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുന്നുണ്ട്. ടെസ്റ്റ് എഴുതുന്നതിന്, ഓപ്പറേഷന് തുടങ്ങിയവയ്ക്ക് വേറെ കമ്മീഷനുണ്ട്. ആവശ്യമില്ലാത്തവയ്ക്ക് കൂടുതൽ പ്രതിഫലം കൊടുക്കും. അതായത് ഇപ്പോൾ ഒരാളിന് സ്ട്രോക്ക് ആണെന്ന് പറഞ്ഞാൽ, അതില്ലാത്തതാണ് സ്ട്രോക്ക് ആണെന്ന് പറഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പ്രതിഫലം കൊടുക്കും ഡോക്ടർമാർക്ക്. ഈ അവിടുത്തെ ശമ്പളത്തിന് പുറമെ മാനേജ്മെൻറ്റ്, ടെസ്റ്റുകൾക്കും ഓപ്പറേഷനും വേറെ കമ്മീഷൻ, ആവശ്യമില്ലാത്തവയ്ക്ക് പ്രതിഫലം കൂടുതൽ. BMJ ഗ്ലോബൽ ഹെൽത്ത് എന്ന ഒരു സംഘടനയുടെ റിസർച്ചാണിത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടാണ് ഞാനീ പറയുന്നത്. ചില ആശുപത്രികൾ മരിച്ചവരെ പോലും പിന്നെയും വെന്റിലേറ്ററിൽ കിടത്തി രോഗിയുടെ പണം പിടുങ്ങുന്നുണ്ട്. അതിനൊരു ഉദാഹരണം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 14 വയസ്സുള്ള ഒരു ആൺകുട്ടി മരിച്ചിട്ട് വെന്റിലേറ്ററിൽ ഏതാണ്ട് 1.5 മാസം കിടത്തി ചികിത്സിച്ച് കുടുംബത്തിൽ നിന്നും കൂടുതൽ പണം ഈടാക്കി, പിന്നാണ് വിട്ടുകൊടുത്തത്. പക്ഷേ കുടുംബത്തിൻ്റെ കുട്ടിയുടെ ബന്ധുക്കൾ വിട്ടില്ല, അവർ കേസ് കൊടുത്തു. ഒടുവിൽ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ട് വന്നു ഈ ഹോസ്പിറ്റലിൽ. പക്ഷേ കുട്ടിയുടെ ജീവൻ പോയില്ലേ, അതിന് 5 ലക്ഷം രൂപ കൊണ്ട് മതിയാവോ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ആശുപത്രികളും കണക്കില്ലാതെ പണം വാങ്ങുന്നുണ്ട്. ഒരു കണക്കുമില്ല, ഒരു മാനദണ്ഡവുമില്ല. അതാണ് അതിനകത്ത് രസം. രോഗമില്ലാത്തവർക്ക് പോലും രോഗമുണ്ടെന്ന് കാണിച്ച് അവർ ചികിത്സിക്കുന്നുണ്ട്. ചില ഡോക്ടർമാർ റെഫർ ചെയ്യുന്നത് ഫ്രോഡ് റെഫറിങ് ആണെന്നാണ് ഈ റിസർച്ചിൽ കണ്ടെത്തിയത്. അതിനും അവർക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ട്. ബാംഗ്ലൂരിൽ ഒരു ഇൻകം ടാക്സ് റെയ്ഡിൽ 100 കോടി രൂപയോളം ഒരു പത്തോളജി ലാബിൽ നിന്ന് കിട്ടി. അതോടൊപ്പം തന്നെ 3.5 കിലോ സ്വർണം അനധികൃതമായിട്ട് വച്ചിരുന്ന പ്രതിഫലം കിട്ടിയതാണ്. ഇന്ത്യയിൽ ഏതാണ്ട് 2 ലക്ഷത്തിലധികം ലാബുകൾ ഉണ്ടെന്നാണ്. ഇവയിൽ നിയമാനുസൃതമായത് വെറും 1000-ൽ താഴെയുള്ളതാണ് ഈ റിസർച്ചിൽ കിട്ടുന്നത്. അതേപോലെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ
കാര്യത്തിലും തട്ടിപ്പുണ്ട്. ഭാരതത്തിൽ ഏതാണ്ട് 65-70% പേർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ 10% പേർക്കും യഥാർത്ഥ ഇൻഷുറൻസ് തുക ലഭിക്കുന്നില്ല. ഇൻഷുറൻസ് കമ്പനിയും സർക്കാരും ഇവരുടെ ഇടനിലക്കാരും കൂടി അത് തട്ടിയെടുക്കുകയാണ്. ഏതാണ്ട് 3 ലക്ഷത്തോളം വൻകിട ആശുപത്രികളെ ഈ ഗവൺമെൻറ് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ടെന്നാണ് കണക്ക് പറയുന്നത്. പക്ഷേ നമ്മുടെ പതിവ് പോലെ തന്നെ നമ്മുടെ മലയാള മാധ്യമങ്ങളിലൊന്നും ഈ വാർത്തകൾ അധികം വന്നിട്ടില്ല. ഇനി കോവിഡ് കാലത്ത് ചില ആശുപത്രികളിൽ കോവിഡ് ഇല്ലാത്തവർക്ക് കോവിഡ് ഉണ്ടെന്ന് റിപ്പോർട്ടുണ്ടാക്കി പണം തട്ടിയിട്ടുണ്ട്. വിനിമേറുന്ന അവയവ കച്ചവടമാണ്. 2019 ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന ഒരു വാർത്ത, കാൺപൂരിലെ സംഗീത എന്നൊരു യുവതി ഡൽഹിയിലെ ഒരു ആശുപത്രിയിൽ ജോലിയുടെ ഭാഗമായിട്ട് മെഡിക്കൽ ടെസ്റ്റിന് അഡ്മിറ്റ് ചെയ്യപ്പെട്ടു.